വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. ഈസ്റ്റർ വരെ നീളുന്ന വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമാവുകയാണ്. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ആഹ്വാനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭയും പ്രതികരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ മധ്യപൂർവ്വ ദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവിടെയുണ്ട് എന്നത് ഓർക്കുക. നമ്മുടെ തന്നെ ഞാൻ വീണ്ടും പറയുന്നത് അങ്ങനെയെങ്കിലും അവരെ ഓർക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ദേശത്ത് നിന്ന് അനേകം മക്കൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഭയവിഹ്വലരായി കഴിയുന്ന, അസമാധാനത്തിൻ്റെ സകല കാഴ്ചകളും കാണുന്ന, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഭയന്ന് വിറച്ച് കഴിയുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മധ്യേ പ്രിയപ്പെട്ടവരെ, ഹൃദയം ഇല്ലാത്തവരെ പോലെ നാം വ്യാപരിക്കുന്നത്. പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഭരണാധികാരികൾക്ക് വിവേകം കൊടുക്കാൻ പ്രാർത്ഥിക്കണം. വിശുദ്ധവാരത്തിന് ആരംഭ ദിനത്തിൽ ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ ലോക സമാധാനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പശ്ചിമേഷ്യയിൽ നടന്നുവരുന്ന യുദ്ധം ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ നല്ല തീരുമാനങ്ങളിലൂടെ അത് വേഗം അവസാനിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ലോക നേതാക്കന്മാർ നിർവഹിക്കുവാനും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നമ്മുടെ ലോകം സാധാരണ ജീവിതത്തിലേക്കും കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ഈ വിശുദ്ധ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് ഓശാന തിരുനാളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യൻ്റെ അധമ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ മുദ്രകുത്തി ഓരോ സ്ഥാനാർത്ഥികളെയും അങ്ങനെ മറ്റുള്ളവരെയുമൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു കാണിച്ച മാർഗത്തിന് ഘടക വിപരീതമാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. സജോ ദേവസേവകരുമായി. സജോ, എവിടെയൊക്കെയാണ് ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടന്നിരിക്കുന്നത്? അതോടൊപ്പം തന്നെ സഭാ നേതൃത്വങ്ങൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുമോ എന്നതായിരുന്നു ഇന്നത്തെ ഏറ്റവും ഒരു വലിയ കൗതുകം. ചിലതെടുത്തുന്ന അത്തരം പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ വാരാചരണത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ്. അതിൻ്റെ തുടക്കമാണ് ഓശാന ഞായർ ആചരണം. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഇന്ന് ഓശാന ആചരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടേക്ക് ദുഃഖവെള്ളിയും ഈസ്റ്ററും അടക്കം പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ദിനങ്ങൾ എത്തുന്നതാണ്. അങ്ങനെ അത്രയും പ്രധാനപ്പെട്ട വലിയ നോമ്പിന്റെ അവസാനം കൂടി ഈസ്റ്ററോട് കൂടി ആവുകയാണ്. അത്രയും പ്രാധാന്യമുള്ള വിശുദ്ധ വാരാചരണത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശ്വാസികൾ ഈ പ്രത്യേക തിരുക്രമങ്ങളുടെയും കുരുത്തോല പ്രദക്ഷിണത്തിന്റെയും ഒക്കെ ഭാഗമായി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പാളയം കത്തീഡ്രൽ പള്ളിയിൽ ബിഷപ്പ് തോമസ് ജെ നെറ്റോ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. സമാനമായ രീതിയിൽ കോട്ടയത്തെ പാമ്പാടി ദയറയിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയനും അതോടൊപ്പം യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് ബാവ പൊൻപള്ളി പള്ളിയിലും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് രൂപത അധ്യക്ഷനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഇതിലേറ്റവും പ്രധാനം തിരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയാണ്. ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്താൻ അവശേഷിക്കുന്നുള്ളൂ. ആ ഘട്ടത്തിൽ കടുത്ത നിലപാട് ക്രൈസ്തവ സഭകളിൽ ആരെങ്കിലും നേതൃപദവിയിലുള്ളവരെ സ്വീകരിക്കുമോ എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ കടുത്ത നിലപാടുകൾ വ്യക്തമാക്കുന്ന സമീപനത്തിലേക്ക് ആരും പോയില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കടുത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന സന്ദേശം നൽകാൻ ആരും പരിശ്രമിച്ചിട്ടില്ല. അതേസമയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുവിൽ സഭകൾ പുറത്ത് പറയാനുള്ള സമീപനങ്ങൾ എന്ന നിലയ്ക്ക് ഈ കാര്യത്തിൽ മനസാക്ഷി വോട്ട് പോലെയുള്ള സന്ദേശത്തിന്റെ സൂചന നൽകുന്ന പ്രതികരണം മാത്രമാണ് ഉണ്ടായത്. അതേസമയം രാഷ്ട്രീയ പ്രവണതകൾ സംബന്ധിച്ച് പൊതുവെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രവണതകൾ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങളാണ് ഉണ്ടായത്. അതേസമയം സർക്കാരിനെ അനുകൂലിച്ചോ എതിർത്തോ അങ്ങനെയുള്ള കടുത്ത നിലപാട് എന്തെങ്കിലും സഭാധ്യക്ഷന്മാർ സ്വീകരിച്ചതായി കണ്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടിയുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. അവ വലിയ തോതിലുള്ള രാഷ്ട്രീയ സന്ദേശം വിശ്വാസികൾക്ക് നൽകും വിധമുള്ളതായിരുന്നില്ല
എന്നതാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം. പൊതുവായുള്ള ചില പ്രവണതകളെ പരാമർശിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഏതെങ്കിലും മുന്നണികൾക്കെതിരായ നിലപാട് സഭാ നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്നതാണ് കൗതുകം.